ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് CMA ഇന്ററിൻ്റെ നമ്മൾ MCQ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നല്ല, നമ്മൾ ജൂൺ 2025 റിലീസ് ചെയ്ത മോഡൽ, അതായത് സെറ്റ് 1 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതിൻ്റെ അകത്ത് നമ്മൾ എടുത്ത MCQs ആണ്. അതിന് നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സിലബസ് 2022 ജൂൺ 2025 സെറ്റ് 1 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ അകത്ത് സെയിം ആണ്, മോഡലിൽ വ്യത്യാസമൊന്നുമില്ല. 2 മാർക്കാണ് ഒരു MCQൻ്റെ ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഒരുപാട് റിപ്പീറ്റ് ആകാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ സിമ്പിൾ ഉള്ളൂ. എസ്റ്റോപ്പൽ, ഈ ഒരു വാക്ക് നമ്മൾ കോൺട്രാക്റ്റിലും സെയിലിലും പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. എസ്റ്റോപ്പൽ, എഗെയിൻസ്റ്റ് ദ എസ്റ്റോപ്പൽ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് എസ്റ്റോപ്പൽ ക്ലോസ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ മൈനർ, അങ്ങനെയൊക്കെ നമ്മൾ പല സ്ഥലത്തും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. 4 ആൻസർ നൽകിയിട്ടുണ്ട്. ദ റൈറ്റ് ടു എൻഫോഴ്സ് എ കോൺ. ഇത് ആദ്യമായിട്ട് ഒരു രീതിയിലും അറിയാത്ത ഒരാളാണെങ്കിൽ കണ്ടുപിടിക്കാൻ ലേശം ബുദ്ധിമുട്ടാകും. ഓർത്ത് വെക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് മലയാളത്തിൽ പറയാം. ഓക്കെ, കൂറുമാറുക എന്ന് പറയും. കൂറുമാറുക. ഓക്കെ, നമ്മളതിനൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, അതായത് ആദ്യമേ നിങ്ങളൊരു കാര്യം എസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ കാര്യം ആധികാരികമായി ചോദിക്കുമ്പോൾ നോ എന്ന് പറയരുത്. ബിക്കോസ് യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ ടു ഫോളോ യുവർ പാസ്റ്റ് ആക്ട്. അപ്പം നമ്മൾ പറയത്തില്ലേ, പണ്ട് അവൻ അങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പോൾ അവൻ മാറ്റി പറയുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. എസ്റ്റോപ്പൽ, ഇറ്റ് മീൻസ് ദ ആക്ട് ഓഫ് ബീങ് പ്രിവെൻറ്റഡ്. പ്രിവെൻറ്റഡ് എന്ന് പറയുമ്പോൾ യു ആർ സ്റ്റോപ്ഡ് ഫ്രം ഡൂയിങ് സംതിങ്. അതായത് ഒരു കാര്യം ഡിനൈ ഡൂയിങ് അല്ല, ഡിനൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ആദ്യം നിങ്ങൾ എസ് എന്ന് പറഞ്ഞു, ഇപ്പം നമ്മൾ കോടതിയിലാണെങ്കിലും ആദ്യം നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നു. സോ യു ആർ സ്റ്റോപ്ഡ് ഫ്രം ഡിനൈങ് സംതിങ്. അതൊരു പ്രവൃത്തിയാണ്. ഓക്കെ, ഓർത്തു. എസ്റ്റോപ്പൽ ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇത് കോൺട്രാക്റ്റിലും വരും, അതേപോലെ തന്നെ കോൺട്രാക്റ്റിലാണ് മെയിനായിട്ട് വരുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഇതൊരു ജനറൽ ടേം ആട്ടോ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലും അങ്ങനെ പല ആക്ടുകളിലും വരും. ഓക്കെ, ഇനി ഇത് കോൺട്രാക്റ്റിലെ സംഭവം തന്നെയാണ്. എഗ്രിമെന്റ്സ് ഓഫ് വേഗർ അല്ലെങ്കിൽ വേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറയുമ്പോൾ എന്താണ്? ബെറ്റിംഗ് എഗ്രിമെന്റ് അല്ലേ? ബെറ്റിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കോൺട്രാക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓബ്വിയസ്ലി എന്താണ്? വോയിഡ് ആണ്. അപ്പോൾ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എഗ്രിമെന്റ്സ് ഓഫ് വേജസ് ആർ വോയിഡ് ആൻഡ് അൺഎൻഫോഴ്സിബിൾ ഉണ്ട്. വാലിഡ് ആണ്, അതുകൊണ്ട് ഒരിക്കലും അത് വരില്ല. നെക്സ്റ്റ്, ഓൺലി വാലിഡ് ഇഫ് ഇറ്റ് ഈസ് റിട്ടൺ ആണ്. ഒരു സംഭവമേ ഇല്ല. എൻഫോഴ്സിബിൾ ഇൻ സം സർക്കംസ്റ്റൻസസ് ഇല്ല. തെറ്റ് എപ്പോഴും തെറ്റ് തന്നെയാണ്. ഓക്കെ, സർക്കംസ്റ്റൻസ് നമുക്ക് ഉണ്ട് എക്സാമ്പിൾ, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് സെൻസ് ചോദിക്കുമ്പോൾ എന്താണ്? ഡയറക്റ്റ് സെൻസിൽ ചോദിക്കുമ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ദിസ് വൺ, ആൻഡ് ഇവിടുത്തെ ആൻസർ ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് അൺഎൻഫോഴ്സിബിൾ. വോയിഡ് ആൻഡ് അൺഎൻഫോഴ്സിബിൾ. ഓക്കെ, അപ്പോൾ ഒന്ന് വോയിഡ് ആണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വോയിഡ് എന്ന് മാത്രം നൽകിയാലും ആൻഡ് അൺഎൻഫോഴ്സിബിൾ എന്ന് 2 ആൻസർ നൽകിയാൽ ക്വസ്റ്റ്യന് തെറ്റായിരിക്കും. ഓക്കെ, കാരണം ഇത് എന്താണ്? വോയിഡ് ആൻഡ് അൺഎൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞാൽ വോയിഡ് ആണ്, അൺഎൻഫോഴ്സിബിൾ ആണ്. കോടതിയിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ എന്താണ് ലീഗലായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. അങ്ങനെ പറയുന്നതിന്റെ പേരാണ് അൺഎൻഫോഴ്സിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 17 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇതൊരു സീരീസ് പോലെ വരുന്നത് അല്ലെ? കോയർഷൻ, അതായത് എവിടെ തുടങ്ങുന്നെന്ന് മനസ്സിലായാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, 15, 16, 17. കോയർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ ഉണ്ടോ കോയർഷൻ, അതേപോലെ തന്നെ കോയർഷൻ ഉണ്ട്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 15, 16, 17. അപ്പോൾ ഫ്രോഡ് എന്ന കോൺസെപ്റ്റ് ആണ് 17 സംസാരിക്കുന്നത്. സോ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലപോലെ അറിയാം എന്താണ്. അപ്പോൾ ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക? മോഡലിൽ 17 വന്നു. അപ്പോൾ ഒരു ഊഹമാണ്. ചിലപ്പോൾ നമുക്ക് കോയർഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസിനോ മിസ്റെപ്രസെന്റേഷനോ മിസ്റ്റേക്കോ ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഫ്രോഡിൻ്റെ സെക്ഷൻ ഏതാണെന്നും ചോദിക്കാം. പക്ഷെ കൂടുതൽ ചാൻസസ് ഉള്ളത് സെക്ഷൻസ് ചോദിച്ചിട്ട് അത് ഏതിനെ സംബന്ധിക്കുന്നെന്ന് ചോദിക്കുന്നതാണ് നോർമലി ഇവർ പറയുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ്, ഇത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. നമുക്കറിയാം കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്. എന്താണ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ? കണ്ടീഷൻസും വാറണ്ടീസ് എന്ന് പറയുന്നതും സ്റ്റിപ്പുലേഷൻസ് ആണ്. ഇതിനകത്ത് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ മെയിൻ ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാർ ആണെങ്കിൽ കാർ ഓഫ് റോഡ്, അതേ സിറ്റി ഡ്രൈവ്, അത് മെയിൻ പർപ്പസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഓഫ് റോഡ് കാർ ബുക്ക് ചെയ്തു, നമുക്ക് കിട്ടിയത് സിറ്റി ഡ്രൈവ് ആണെങ്കിൽ ചെറിയ കാര്യമോ വലിയ കാര്യമോ? വലിയ കാര്യമോ. നമുക്ക് എന്ത് ചെയ്യാം? കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. പക്ഷേ കിട്ടിയത് ഓഫ് റോഡ് കാർ തന്നെയാണ്, അതിനൊരു ഹോൺ വർക്ക് ചെയ്യുന്നില്ല, ചെറിയ എന്തോ ഹെഡ്ലൈറ്റ് ചെറിയൊരു പ്രശ്നം, നമുക്ക് കാർ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക്
ഡാമേജസ് ക്ലെയിം ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് വായിക്കാം, ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ് അലൗസ് ടെർമിനേഷൻ, ബ്രീച്ച് ഓഫ് വാറന്റി ഡസ് നോട്ട്. കറക്റ്റ് ആൻസർ ആണ്. വേറെ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെന്ന് നോക്കാം. ബ്രീച്ച് ഓഫ് വാറന്റി ഒരിക്കലും ടെർമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ് പറ്റില്ലെന്ന് പറയുന്നത് റോങ് ആണ്. ആൻഡ് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഫ്രോഡാട്ടോ, ഫ്രോഡാണ്. ഓക്കെ, ബോത്ത് കണ്ടീഷൻസ് അലൗസ് ടെർമിനേഷൻ നോട്ട് പോസിബിൾ, അതും തെറ്റാണ്. നീദർ കണ്ടീഷൻസ്, അതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമതാണ്, കണ്ടീഷൻ നമുക്ക് ടെർമിനേഷൻ ചെയ്യാം, ബ്രീച്ച് ഓഫ് വാറന്റി ടെർമിനേഷൻ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? നെക്സ്റ്റ്, ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോൺസെപ്റ്റ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒരു ആക്ട് പ്രകാരം, അതായത് 1881 ആക്ട് പ്രകാരം അവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്രോമിസറി നോട്ടും ഞാനും നിങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ പറയുവാണ് ഒരാൾ കൃത്യസമയത്ത് പൈസ തന്നില്ലെങ്കിൽ 14% ഇൻട്രസ്റ്റ് തരണം. ദെൻ ദിസ് ഈസ് അപ്ലിക്കബിൾ ഫോർ യു. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിലേ ചെയ്ത ആൾ 1881 പ്രകാരം 18% ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇഫ് ദ എമൗണ്ട് പെയ്ഡ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് നോ ഇൻട്രസ്റ്റ് ഹാസ് ബീൻ സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ആക്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. മോസ്റ്റ് പ്രൊബാബ്ലി ഇതൊരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റൻ എന്ന് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ എടുത്തൊരു സംഭവമാണ്. നമ്മളൊരു ചാപ്റ്ററിൻ്റെ അണ്ടറിൽ പഠിക്കുമ്പോൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഏത് ഇൻസ്ട്രുമെൻ്റ് എന്നൊരു ഡൗട്ട് ഉണ്ടാകും. സോ യു ഹാവ് ടു മാർക്ക് ഇൻസ്ട്രുമെൻ്റ് ഈസ് എ ഹിൻറ്റ്. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അതിനനുസരിച്ചുള്ള ആൻസർ എഴുതാൻ. ക്ലിയർ ആണെന്നുള്ളത് വിശ്വസിക്കുന്നു. അതിനുശേഷം 6th വൺ, ഇതൊരു പാർട്ട്ണർഷിപ്പിൻ്റെ കോൺസെപ്റ്റ് ആണ്. പാർട്ട്ണർഷിപ്പിൻ്റെ സെക്ഷൻ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്ര മാത്രമേ ഉള്ളൂ. പാർട്ട്നേഴ്സ് ഫ്രോഡ് ചെയ്തിട്ട്, ഇപ്പോൾ കുറേ 3-4 പാർട്ട്നേഴ്സ് ഉണ്ട്, അവരെന്നെ ചതിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ ഫോർമിലേക്ക് തട്ടിയെടുത്തു. ഓക്കെ, എന്നെ പ്രേരിപ്പിച്ചു. അത് തെറ്റിദ്ധരിപ്പിക്കലായിരിക്കാം, ഫ്രോഡ് ആയിരിക്കാം, മിസ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം, എങ്ങനെയോ ചെയ്തിട്ട് പാർട്ട്നേഴ്സ് പാർട്ട്ണർഷിപ്പ് ഫോമിലേക്ക് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചു. സോ വാട്ട് ഈസ് മൈ റൈറ്റ്? ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു, അമ്മ എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട്. സോ ഐ ഹാവ് റിസൈൻഡ് ദ കോൺട്രാക്ട്. സോ വാട്ട് ഈസ് മൈ റൈറ്റ്സ്? ഉറപ്പായിട്ട് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ എന്ത് പറയാം? ഡാമേജസ് കിട്ടും എന്ന് പറയും. അപ്പോൾ നമ്മൾ വായിച്ചു നോക്കാം. എ ലീൻ ഓൺ ദ സർപ്ലസ് അസെറ്റ് ഓഫ് ദ ഫേം for any sum paid for the purchase of the shares in the firm or for any capital contributed by them. Lien എന്ന് പറഞ്ഞാൽ എന്താ? You can retain. So I can retain the assets. ഇപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതായിരിക്കാം, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കാം. I can retain it because they induced me to enter into the contract. Second one, അപ്പോൾ ഞാനൊരു കോൺട്രാക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചതിച്ചില്ലേ, ഒരു പണി ചെയ്തോ, ഒരു 10,000 രൂപ എന്നിൽ നിന്ന് വഞ്ചിച്ചു എന്ന് വെച്ചോ. സോ ഉള്ള കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ ഒരു ക്രെഡിറ്റർ ആയിട്ട് കണ്ടിട്ട് ആ 10,000 രൂപ എനിക്ക് തിരിച്ചു താം. ടു റാങ്ക് ആസ് എ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ക്രെഡിറ്ററിന് റാങ്ക് കൊടുക്കാൻ വേണ്ടിയല്ല, ആ റാങ്ക് അല്ല, ട്രീറ്റ് മീ ആസ് എ ക്രെഡിറ്റർ. മൂന്നാമത്തത് ഇൻഡംനിഫൈഡ് എന്ന് പറയുമ്പോൾ സേവ് ദ അതർ ഫ്രം ലോസ്. അപ്പോൾ നിങ്ങൾ ചെയ്ത ഗിൽറ്റിന് എന്താണ്? കമ്പനിയുടെ ഫോം, നിങ്ങളുടെ ഡെറ്റ് എന്താണ്? ദാറ്റ്സ് മൈ ഡെറ്റ്. സോ യു ആർ ഡെറ്റ്, യു ഹാവ് ടു സോൾവ് മൈ പ്രോബ്ലം. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ എല്ലാ അസറ്റ് യൂസ് ചെയ്തിട്ടായി എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എൻ്റെ കടം നിങ്ങൾ വീട്ടണം. അപ്പോൾ ഇവിടെ എല്ലാം നോക്കുമ്പോൾ എന്താണ്? എല്ലാം റിലേറ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് ഓബ്വിയസ്ലി ഇറ്റ് ഈസ് ഓൾ ഓഫ് ദി അബവ്. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താകാം? 52 ആകാം അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത്. എന്താണ് 52 സംസാരിക്കുന്നത്? നെക്സ്റ്റ്, ഇത് LLPയുടെ കോൺസെപ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റൻ ഇൻകംപ്ലീറ്റ് ആണ്. എന്താണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഫോം നമ്പർ 19? നമ്മൾ കുറേ ഫോംസ് പഠിക്കുന്ന LLP ആയതുകൊണ്ട് മാത്രം നമുക്ക് ഓർമ്മ വരാൻ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ദേ കുഡ് ഹാവ് ഹാഡ് LLP. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 3 കാര്യങ്ങൾ നോക്കിക്കേ, ഒന്നും മനസ്സിലാകില്ല. അവസാനം മനസ്സിലാകുന്നത് ഇത് മാത്രം വായിക്കുമ്പോഴാണ്. സോ ദാറ്റ്സ് വൈ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസിൽ ഭയങ്കര ട്രിക്കിയാണ്. ട്രിക്കി എന്ന് പറയുമ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അതേപോലെ കോപ്പി അടിച്ചൊരു ഒറ്റയടിയാണ്. അത് MCQ ആയിട്ട് വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാവും ചില സമയത്ത്. ഓക്കെ, അത് MCQ എളുപ്പമാണ് നമ്മൾ പറയുമ്പോഴും ഈ ഒരു ചെറിയ പ്രശ്നം എന്താണ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, ഓർത്ത് വെക്കുക. So what is the purpose of certificate issued under? സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹിന്റ് ആണ്. എന്താ സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റ് നമ്മൾ എപ്പോഴാണ് തരുന്നത്? ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ? അപ്പോൾ ഓബിയസ്ലി ദ പ്രൊവൈഡ് ദ അപ്രൂവൽ ഓഫ് ദ ബിസിനസ് നെയിമിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് LLP ഇല്ല. നോട്ടീസ് ഓഫ് മീറ്റിംഗ് അതൊരു സർട്ടിഫിക്കറ്റ് അല്ല. ടു ഗ്രാൻഡ് പെർമിഷൻ കണ്ടക്ട് ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ ആ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. അങ്ങനെ ഒരു ഫോറിൻ LLPനെ കുറിച്ച് പഠിക്കുന്നൊന്നുമില്ല. അങ്ങനെ LLP രജിസ്റ്റേർഡ് ആയി എന്ന് പറഞ്ഞ സംഭവം. ടു കൺഫേം ദ LLP രജിസ്ട്രേഷൻ, അതായത് സിമ്പിൾ ഫോം നമ്പർ 19 ഈസ് LLP ഇൻകോർപ്പറേഷൻ. അപ്പോൾ LLPയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. LLPയുടെ ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം ചോദിക്കാം ഇതിൻ്റെ ഫോം ഏതാണ്. അപ്പോൾ നമ്മൾ 19 എഴുതണം.
അങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഉറപ്പായിട്ടും എന്താണ് നമ്മളെ സഹായിക്കും. അത് നമ്മൾ നല്ലപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇത് നമ്മളുടെ ഫാക്ടറീസ് ആക്ടിൻ്റെ കോൺസെപ്റ്റാണ്. ഇവിടെയും സേഫ്റ്റി ഓഫീസർ എപ്പോൾ വേണം? 1000 കൂടുതലുണ്ടെങ്കിൽ സേഫ്റ്റി ഓഫീസർ മതി. അപ്പോൾ ഇതിനടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വെൽഫെയർ ഓഫീസർ ആയിരിക്കാം, അതേപോലെ തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ആയിരിക്കാം, ആംബുലൻസ് ആയിരിക്കാം, ക്രച്ച് ഫെസിലിറ്റി ആയിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ അടുത്ത വർഷം നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ 800 300 ഒന്നും വരുന്നില്ല, പക്ഷേ ഇത് രണ്ടും എന്താണ് കൺഫ്യൂസിങ് ആണ്, ഓഫീസറും വെൽഫെയർ ഓഫീസറും. ഓക്കെ, ഇനി തിരിച്ചു ചോദിക്കാം 1000 എന്താ അപ്പോയിന്റ് ചെയ്യുന്നത്, അങ്ങനെയും ചോദിക്കാം, പക്ഷേ ചാൻസസ് വളരെ കുറവാണ്. നെക്സ്റ്റ് ഇതും ഒരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. The employer shall display the abstract of act and rules in form number. Which act? ESI. അപ്പോൾ നോർമൽ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? ഗ്രാറ്റുവിറ്റിയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലോയിൽ നിങ്ങൾക്ക് ഫോംസ് വന്നാൽ അതിന് ഗ്രാറ്റുവിറ്റി എന്നൊന്ന് നിങ്ങൾക്ക് ഹിന്റ് കിട്ടും. ഓക്കെ, സിമ്പിൾ ഉള്ളൂ. ഫോം നമ്പർ U ആണ് പറയുന്നത്. അതായത് ഈ ഗ്രാറ്റുവിറ്റി ആക്ട് ഞങ്ങൾക്ക് അപ്ലിക്കേബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് കമ്പനി ആ ആക്ടിനെ കുറിച്ച് റൂൾസിനെ കുറിച്ച് ഒരു സമ്മറൈസ്ഡ് ഫോം കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഒരു നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതും ഏതാണ് ആർക്കറിയാം? ഒന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കില്ല. ഇതും ആക്ച്വലി ഗ്രാറ്റുവിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് കാണുന്ന സമയത്ത് ഒന്ന് കൺഫ്യൂഷൻ ആവും എന്തിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഇവിടെ ഇൻ എംപ്ലോയ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഓഫ് ഫാമിലി എന്ന് പറയുമ്പോൾ 2 ആക്ട് വരും. ഒന്ന് ESI വരും, അതേപോലെ തന്നെ ഗ്രാറ്റുവിറ്റി വരും. കാരണം ഈ 2 സ്ഥലത്തും ഇൻഡസ്ട്രിയൽ ലോസ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടെയും ഇൻഡസ്ട്രിയൽ ലോ ആണ്, താഴെ ഇൻഡസ്ട്രിയൽ ലോ ആണ്, നടുക്ക് വരുന്നതെല്ലാം ഇൻഡസ്ട്രിയൽ ലോ തന്നെ ആയിരിക്കും. അതിന് ഓർഡർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഷഫൽ ചെയ്യാത്തതുകൊണ്ട് വലിയ പ്രശ്നം നമുക്ക് വരില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രാറ്റുവിറ്റിയിൽ എപ്പോഴും നോമിനേഷൻ എന്ന് പറയുന്നത് വിത്തിൻ 1 ഇയർ നമ്മൾ ചെയ്യണം. അപ്പോൾ ഓർത്ത് വെക്കാം, അടുത്ത പ്രാവശ്യം നോമിനേഷൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരാം. 1 വർഷം കഴിഞ്ഞ് ഉടനെ ഫോർത്ത് എന്താണ് നോമിനേഷൻ ചെയ്യണം. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ നോമിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഗ്രാറ്റുവിറ്റി അപ്ലിക്കബിൾ ആകാൻ മിനിമം 1 വർഷമെങ്കിലും നമ്മൾ സർവീസ് ചെയ്യണം ഇൻ കേസ് ഓഫ് ഡെത്ത് ആൻഡ് ഡിസേബിലിറ്റി കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇവിടെ എംപ്ലോയി എത്ര ദിവസം ഫാമിലി കിട്ടിയ എത്ര ദിവസത്തിനുള്ളിലാണ്? ഫാമിലി കിട്ടിയ 90 ഡേയ്സിനുള്ളിലാണ്. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ 90 ഡേയ്സിനുള്ളിലാണ്. അപ്പോൾ ഈ 90 ഡേയ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നോമിനേഷൻ ഫാമിലിയുടെ അല്ലാത്ത ഒരാളുടെ പേരിൽ ചെയ്താൽ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ വരാം. അതർ ദാൻ ഫാമിലി ഇറ്റ് ഈസ് വോയിഡ് ആണ്. ഫാമിലി ഇല്ലെങ്കിലോ ആളുടെ പേരിലേക്കും ചെയ്യാം. പക്ഷെ ഫാമിലി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ ഫ്രഷ് നോമിനേഷൻ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇത് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസിൻ്റെ ആണ്. നമ്മളുടെ മിസലേനിയസ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസലേനിയസ് എന്നൊരു സംഭവമാണ്. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം ആർക്കൊക്കെ അപ്ലിക്കബിൾ ആകില്ല? ഇറ്റ് ഈസ് ടീ ഫാക്ടറീസ് സ്റ്റേറ്റ് ഓഫ് ആസാം, ഇവർക്ക് അപ്ലിക്കബിൾ ആകില്ല. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് അത് എക്സെപ്ഷൻ തന്നെ നൽകിയിട്ടുണ്ട് അവിടെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ESI സംബന്ധമായിട്ടാണ്. ഈ പ്രാവശ്യം ഇൻഡസ്ട്രിയൽ ലോയിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. എക്സ് ഒഫീസിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട് പണ്ട്. എക്സ് ഒഫീസ് എന്ന് പറയുമ്പോൾ ആൾറെഡി നിങ്ങൾ എന്താണ് ഒരു പൊസിഷനിൽ ഉള്ളതുകൊണ്ട് വേറൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്സ് ഒഫീസിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ഒഫീസിയോ ചെയർമാൻ ഓഫ് മെഡിക്കൽ ബെനിഫിറ്റ് കൗൺസിൽ ചെയർമാൻ ആരാണ്? ഹൂ ഈസ് എക്സ് ഒഫീസിയോ ചെയർമാൻ? ഓക്കെ, ഇറ്റ് ഈസ് ദിസ് വൺ ഈസ് ദ ആൻസർ. മെഡിക്കൽ ബെനിഫിറ്റ് കൗൺസിൽ ഉണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. ഇങ്ങനത്തെ 3 സെറ്റാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ അകത്ത് മെഡിക്കൽ ബെനിഫിറ്റ് കൗൺസിൽ ചെയർമാൻ എന്ന് പറയുന്നത് ESIയുടെ ഡയറക്ടർ ജനറൽ ആയിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ESIയുടെ ഡയറക്ടർ ജനറൽ ആയതുകൊണ്ട് ചെയർമാൻ ഓഫ് മെഡിക്കൽ ബെനിഫിറ്റ് കൗൺസിൽ. ഓക്കെ, 2 പൊസിഷൻ, അതായത് എക്സും വൈ എന്ന 2 പൊസിഷൻ. ഇവിടെ ഒരാൾ ഉള്ളത് കൊണ്ട് ഇവിടെ അയാൾ തന്നെ വരും. ഇപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൽ ആയതുകൊണ്ട് സ്റ്റാഫ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയില്ലേ, ദാറ്റ് കോൺസെപ്റ്റ് ആസ് എക്സ് ഒഫീസിയോ. നെക്സ്റ്റ് കമ്പനീസ് ആക്ടിലേക്ക് വരുന്നു. കമ്പനീസ് ആക്ടിൽ പോസ്റ്റൽ ബാലറ്റിലൂടെ നമുക്ക് ഏതൊക്കെ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ പോസ്റ്റ് ബാലറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവമാണ്. അതിൻ്റെ അകത്ത് ഡയറക്ടർ, ബൈബാക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓഡിറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പോസ്റ്റൽ ബാലറ്റിലൂടെ അല്ല. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും തരാം. അല്ലെങ്കിൽ ഇത് നമുക്ക് എന്താണ് ഒരു ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 7 മാർക്സിനും ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ പ്രാവശ്യം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 14, ഇറ്റ് സേസ് ദാറ്റ് ഇൻസ്പെക്ഷൻ, അതായത് 119 പ്രകാരം ഇൻസ്പെക്ഷൻ അതേപോലെ തന്നെ നോട്ടീസ് നമ്മൾ സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ വിത്തിൻ 7 days നമ്മൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, റിക്വസ്റ്റ് ചെയ്തവർക്ക് അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ
കമ്പനിക്ക് 25,000 രൂപയും, ഇനി ഓഫീസേഴ്സിൻ്റെ ചോദിച്ചാൽ ഓഫീസേഴ്സിന് 5,000 രൂപയും. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ കേട്ടോ. അത് ഒരു ലയബിലിറ്റി മാത്രമാണ്. ഇത് നമ്മൾ പറഞ്ഞൊരു സംഭവമാണ്. ഇത് നമ്മൾ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറയും ദാറ്റ് ഈസ് 7 പ്രിൻസിപ്പൾസ് ഓഫ് പബ്ലിക് ലൈഫിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ എപ്പോഴെങ്കിലൊക്കെ ചോദിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് The principal public must decisions impartially, fairly, based on merit. Should always objectivity, integrity, honesty കാര്യങ്ങൾ. You must be the responsible person. Accountability ആണ്. അപ്പോൾ ലീഡർഷിപ്പ്, ഇനി കുറേ കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ 7 പ്രിൻസിപ്പൾസ് നിങ്ങൾ എപ്പോഴും എന്താണ് ഓർത്ത് വെക്കണം, എക്സാമിനേഷനിൽ ചോദിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ MCQ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് 5ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ എക്സാമിനേഷൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്പെടും.